ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്രിസ്റ്റലിലെ ക്ലോസ് പാക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ക്വയർ പാറ്റേൺ കാണാം. ഇതാണെങ്കിൽ ഹെക്സഗണൽ പാറ്റേൺ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തെന്നാൽ, സ്ക്വയർ പാക്കിങ്ങിൽ സ്പേസ് മാക്സിമം ഫില്ല് ചെയ്യാൻ കഴിയില്ല. ഹെക്സഗണലിലാണെങ്കിൽ മാക്സിമം ഫില്ലിംഗ് ആണ്. സോ ദ ക്ലോസസ്റ്റ് പാക്കിംഗ് ഈസ് ഇൻ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇവിടെ നമ്മളൊരു രണ്ടാമത്തെ ലെയർ ഫോം ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള വോയിഡ്സ് കാണാൻ പറ്റും. അതിൽ ഒരു വോയിഡ് ലെങ്തിയാണ്. ഫസ്റ്റ് ലെയറിലെ വോയിഡ് സെക്കൻഡ് ലെയറിലും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അത് നമുക്ക് ആ യെല്ലോ കളറിൽ കാണാം. അത് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയും. എന്നാൽ ഫസ്റ്റ് ലെയറിലെ വോയിഡിൻ്റെ ഫസ്റ്റ് ലെയറിലെ ഒരു ബോളിൻ്റെ പുറത്ത് സെക്കൻഡ് ലെയറിലെ ബോൾസ് വന്നേക്കുമ്പം അതൊരു ടെട്രാഹെഡ്രൽ വോയിഡ് മാത്രമാണ്. അപ്പോൾ അത് ടെട്രാഹെഡ്രൽ വോയിഡ്. ഓക്കെ, ഇനി അടുത്ത ലെയർ ഫോം ചെയ്യുമ്പോൾ ഈ ടെട്രാഹെഡ്രൽ വോയിഡിലോ ഒക്ടാഹെഡ്രൽ വോയിഡിലോ പാർട്ടിക്കിൾ ഫില്ല് ചെയ്യാം. ടെട്രാഹെഡ്രൽ വോയിഡിലാണ് പാർട്ടിക്കിൾ ഫില്ല് ചെയ്തതെങ്കിൽ ആ പാർട്ടിക്കിൾ ഫസ്റ്റ് ലെയറിൻ്റെ പാർട്ടിക്കിളിൻ്റെ ജസ്റ്റ് മുകളിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലെയർ പോലെ തന്നെയായിരിക്കും തേർഡ് ലെയർ വരുന്നത്. അതിനെയാണ് നമ്മൾ HCP എന്ന് പറയുന്നത്. ഇനി ഒക്ടാഹെഡ്രൽ വോയിഡിലാണ് അത് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഡിഫറെൻ്റ് ആയിട്ട് വരും. സോ ABC ടൈപ്പ്, A ലെയർ, B ലെയർ, C ലെയർ. ഇനി ഒരു നാലാമത്തെ ലെയറായിരിക്കും ഫസ്റ്റ് ലെയറിന് പാരലായിട്ട് വരുന്നത്. അങ്ങനെ ABC ടൈപ്പിനെ നമ്മൾ CCP എന്ന് പറയും, ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഓക്കെ, ഇനി നമുക്ക് ബോൾസ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ബോളായതുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. നമ്മളതിനെ പിടിച്ചു വെച്ചു. ഇങ്ങനെ ഇരുന്നാൽ ഒരു സ്റ്റേബിൾ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അതിനിടയ്ക്ക് അത് കവർ ചെയ്യുന്നത് ഒരു ടെട്രാഹെഡ്രൽ വോയിഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിലെ 3 ബോളിൻ്റെ മുകളിൽ ഫോർത്ത് ബോൾ വെക്കുന്നതിന് പകരം വീണ്ടും 3 ഗ്രീൻ ബോൾസ് വെച്ചിട്ട് അടുത്ത ലെയർ ഫോം ചെയ്തിട്ട് ഒരു പിങ്ക് ബോൾ വെച്ചു. അപ്പോൾ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, A ലെയർ, B ലെയർ, C ലെയർ. ഇനി വരുന്നത് ഫസ്റ്റ് ലെയർ പോലെ ആയിരിക്കും. സോ ഡ്രോയിങ്ങിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം: ഒരു ടെട്രാഹെഡ്രൽ വോയിഡ്, പിന്നെ ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ട്രയാങ്കിൾ ഫാഷനിൽ അത് ചെയ്യാം. അതായത് ഈ കോർണേഴ്സ് ഓഫ് ദ ട്രയാങ്കിൾ 3 ബോൾസിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലെയറിൽ ആ 3 ബോൾ ക്രിയേറ്റ് ചെയ്യുന്ന ടെട്രാഹെഡ്രൽ വോയിഡ്. ഓക്കെ, അതിലേക്ക് സെക്കൻഡ് ലെയറിലെ മറ്റ് 3 ബോൾസ് വന്നിട്ട് വീണ്ടും ആ ഹോൾ കണ്ടിന്യൂ ചെയ്തു. ഫസ്റ്റ് ലെയറിലും സെക്കൻഡ് ലെയറിലും ആ വോയിഡ് കണ്ടിന്യൂ ചെയ്ത് വരുമ്പം ഒരു ലെങ്തി ആയിട്ടുള്ള വോയിഡാണ് വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ദി ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പം ഇവിടെയാണ് തേർഡ് ലെയറിലെ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് CCP ആയിരിക്കും, ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ABC leads to CCP. AB leads to HCP. So C 3 balls for ABC. Okay.